നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. PV അൻവറിനെ പരിഹസിച്ച് AK ബാലൻ. അൻവർ ചേക്കേറിയത് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന പുല്ല് പാർട്ടിയിലേക്ക്. രാജി നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി. അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്നും AK ബാലൻ. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ നീങ്ങുന്നതെന്ന് A വിജയരാഘവൻ. പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ പെൺകുട്ടിയും മരിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങിയത് പട്ടിക്കാട് സ്വദേശിനി 16 വയസ്സുള്ള ആൻഗ്രേസ്. അപകടത്തിൽപ്പെട്ട മറ്റ് 2 പേരുടെയും നില ഗുരുതരമായി തുടരുന്നു. ചുനങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണ തൊഴിലാളികൾക്കു നേരെ പെട്രോൾ ബോംബേറ്. പ്രദേശത്ത് വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്കു നേരെ യുവാവ് പെട്രോൾ ബോംബെറിഞ്ഞത് കഴിഞ്ഞ രാത്രി. പ്രതി നീരജിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ഒറ്റപ്പാലം പോലീസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഗ്രേഡ് തിരിമറി വിവാദത്തിൽ പ്രതിഷേധ സമരവുമായി CPM. വെളിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പലം TTYM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ. കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അൻവറിന്റെ രാജി. പുല്ല് പാർട്ടിയിലേക്കാണ് ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നതെന്നും PV അൻവറിനെ പരിഹസിച്ച് AK ബാലൻ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്നൊരു പാർട്ടിയിലേക്കാണ് അൻവർ ചേക്കേറുന്നത്. പുല്ല് പാർട്ടിയിലേക്കാണ് അൻവർ പോയത്. അൻവർ എന്തിനാണ് LDF വിട്ടത്? അൻവറിന്റെ പരാതിയിൽ 3 കമ്മീഷനെ സർക്കാർ നിയമിച്ചിരുന്നു. ഇപ്പോഴത്തെ മാറ്റം അൻവറിന് ഗുണകരമാകില്ല. LDFന് ഇതൊന്നും പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായി. നിലമ്പൂരുള്ള ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. കോൺഗ്രസിനും വേണ്ട, BJPക്കും വേണ്ട, ലീഗിനും വേണ്ട. അങ്ങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി. എന്തായാലും പാർട്ടിൻ്റെ പേര് DMKക്കും വേണ്ട. അവസാനം തൃണത്തിൻ്റെ വിലയേ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായി. പറ്റിയ പാർട്ടിയിലാണ് പോയി ചേർത്ത്. എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയതെന്നുള്ള അറിയില്ല. അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നുള്ളത് അറിയില്ല. എന്തിനാണ് ഈ രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്ക് പോകുന്നത്? എന്ത് കാര്യം അതുകൊണ്ട്? അതാണല്ലോ ഞാനിപ്പം പറഞ്ഞത്. തൃണമൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃണം എന്ന് പറഞ്ഞാൽ പുല്ലുന്നാണ്. ഒരു പുല്ല് പാർട്ടിയിലേക്കാണ് പോയി ചേർന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് PV അൻവർ നീങ്ങുന്നതെന്ന് A വിജയരാഘവൻ. വാർത്തകളിൽ ശ്രദ്ധ നേടാൻ മുഖ്യമന്ത്രിയെയും CPMനെയും കടന്നാക്രമിച്ച അൻവറിന് നിലമ്പൂരിലേക്ക് ഇനി മത്സരത്തിന് പോകാനുള്ള ആത്മവിശ്വാസമുണ്ടാകില്ലെന്നും A വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു. അൻവറിന്റെ പ്രതികരണങ്ങൾ UDFുമായുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും A വിജയരാഘവൻ പറഞ്ഞു. അതിൻ്റെ സംസാര രീതികളും പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. സമൂഹത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെ ആകെ നോക്കിയാൽ, സംസാരങ്ങളെ ആകെ നോക്കിയാൽ നമുക്ക് കാര്യങ്ങളെ നീക്കുന്നതെന്ന് കാണാൻ കഴിയും. കേരളത്തെ വർഗീയമായി ചേരിതിരിക്കുക എന്നതും ആ വർഗീയ ചേരിയെ ആകെ UDFന്റെ പിന്നിൽ അണിനിരത്തുക എന്നതും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരളത്തിലെ വലതുപക്ഷം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയാണ്. എല്ലാ വിഷയങ്ങളെയും വർഗീയവൽക്കരിക്കുകയും സാമുദായികവൽക്കരിക്കുകയും ചെയ്യുന്നു. വന്യജീവി മനുഷ്യ സംഘർഷം രാഷ്ട്രീയമെന്നതിനപ്പുറത്തേക്ക് വർഗീയ വിഷയമാക്കി മാറ്റാനാണ് അൻവർ ശ്രമിക്കുന്നത്. അമേരിക്കയിൽ കുറച്ചു ദിവസമായി തീ ആളിക്കത്തുന്നുണ്ട്. കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ കത്തിച്ചുവെന്ന് പറഞ്ഞേനെയെന്നും A വിജയരാഘവൻ ആക്ഷേപിച്ചു. UDF രാഷ്ട്രീയ വിജയത്തിനുള്ള എളുപ്പവഴികൾ അന്വേഷിക്കുകയാണ്. നിലമ്പൂരിൽ ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാകും. അൻവറിന്റെ മികവ് കൊണ്ട് മാത്രമല്ല നിലമ്പൂരിൽ ഇടതുപക്ഷം ജയിച്ചത്. രാഷ്ട്രീയ കാലാവസ്ഥ ശരിയായ രീതിയിൽ ജനങ്ങളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തിക വിധികർത്താക്കൾ ജനങ്ങളാകും. അൻവറിന് സ്ഥാനാർത്ഥിയായി അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്
താൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞത്. നിലമ്പൂരിലേക്ക് മത്സരത്തിന് പോകാനുള്ള ആത്മവിശ്വാസം PV അൻവറിനില്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ കുട്ടിയും മരിച്ചു. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള ആൻ ഗ്രേസാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30യോടെയാണ് ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിച്ചത്. ഇന്ന് പുലർച്ചെ പട്ടിക്കാട് സ്വദേശിനി 16 വയസ്സുള്ള അലീനയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. മറ്റു 2 പേരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ ഗ്രേഡ് തിരിമറി നടത്തിയവർക്കെതിരെ പ്രതിഷേധവുമായി CPM. എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂളിനു മുന്നിൽ CPM വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക. എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂളിന് ട്രോഫി നേടാൻ ഗ്രേഡിൽ തിരിമറി നടത്തി നാടിനെയും വിദ്യാർത്ഥികളെയും അപമാനിച്ച UDF അധ്യാപക സംഘടനയെയും ഗൂഢാലോചനക്കാരെയും തിരിച്ചറിയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് CPM വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി എടപ്പലം PTM ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രകടനമായെത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ കലോത്സവത്തിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട ഈ വിളയൂരിലെ മുഴുവൻ ആളുകളെയും അപമാനത്തിലാക്കുകയാണ് ഇവിടെ ചെയ്തത്. അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ, പാലക്കാട് ജില്ലയിൽ തന്നെ ഭേദപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒരു സ്കൂളാണ് എടപ്പല സ്കൂള്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എല്ലാ സഹായങ്ങളും ആ സ്കൂളിൽ ചെയ്യാറുണ്ട്. ആ സ്കൂളിന് ഈ വിദ്യാഭ്യാസ ലോകത്ത് ഏറ്റവും വലിയ നാണക്കേടാണ് ഇവരുണ്ടാക്കി കൊടുത്തത്. ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു അട്ടിമറി ഈ സമീപകാല ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല. നമ്മുടെയൊക്കെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരം ഒരു ഏർപ്പാട്. ഈ അട്ടിമറി നടത്തിയത് ആരാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇതിലെ കമ്മിറ്റിക്കോ ഈ സ്കൂളിലെ അധ്യാപകർക്കോ ഒരു ബന്ധവുമില്ല. ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്, പഞ്ചായത്ത് മെമ്പറാണ്. ഈ ചങ്ങായിക്കൊക്കെ ഇപ്പൊ ചെറിയൊരു അവസരം കിട്ടുമ്പോൾ ഇമാതിരി അട്ടിമറി നടത്താൻ കഴിയുമെങ്കിൽ നല്ല അവസരം കിട്ടിയ എമ്മാതിരി വെട്ടിപ്പാണ് നടത്തുക എന്ന് K. മുരളി, KV ഗംഗാധരൻ, ബേബി ഗിരിജ, മണികണ്ഠൻ, രാജി മണികണ്ഠൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാളയാർ കേസിൽ CBI നൽകിയ അനുബന്ധ കുറ്റപത്രത്തെ വാഴ്ത്തുന്ന CPM നിലപാട് അപഹാസ്യമെന്ന് CR നീലകണ്ഠൻ. വാളയാറിൽ കൊല്ലപ്പെട്ട മൂത്ത പെൺകുട്ടിയുടെ ഓർമ്മ ദിവസം ആചരിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CR നീലകണ്ഠൻ. ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുണ്ടായിട്ടും കൊലപാതക സാധ്യത അന്വേഷിക്കാൻ ശ്രമിക്കാതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് CBI ശ്രമിക്കുന്നതെന്നും CR നീലകണ്ഠൻ ആരോപിച്ചു. പ്രതിഷേധം പ്ലാൻ ചെയ്ത് എറണാകുളത്ത് ഇങ്ങോട്ട് മാറ്റിയത് പ്രത്യേക സാഹചര്യം വെച്ചിട്ടാണ്. കാരണം ഈ അന്ന് കുറ്റപത്രത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും ഞങ്ങളതിൽ കുറ്റപത്രം കിട്ടിയിട്ടില്ല. കുറ്റപത്രത്തിൻ്റെ വിവരം അറിഞ്ഞത് തീർച്ചയായും ഇതിൽ നിയമത്തിൻ്റെ വേറൊരു മുഖം കൂടി പോരാട്ടം തുടരുന്നുണ്ട്. കാരണം തുടങ്ങേണ്ടി വരും. അച്ഛനും അമ്മയും പ്രതി ചേർത്ത് കൊലപാതകം എന്ന വിഷയത്തിൽ നിന്ന് കേസ് വഴിതിരിച്ചു വിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് CBI വന്നത് ആദ്യം പോലീസ് ഇത് വെച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് ഈ കേസിൽ പോലീസ് അന്വേഷിക്കുന്നില്ല, കൊലപാതകം അന്വേഷിക്കുന്നില്ല? കൊലപാതകം അന്വേഷിച്ച് വിവരം കിട്ടാതെ നമുക്ക് ഇതിൽ ഈ കേസിൽ CBI വന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ആരാണ് കൊലപാതകി, എന്താണ് കൊലപാതകത്തിന് കാരണം, ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് വന്നത്. അല്ലാണ്ട് അമ്മയുടെ സദാചാരം അന്വേഷിക്കൽ CBIയുടെ പണിയല്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം അമ്മയെ പ്രതിയാക്കിയോടുകൂടി അവർ ഡിഫെൻസീവിലാവും എന്നൊരു തെറ്റിദ്ധാരണയാണ് ഉള്ളതെങ്കിൽ ഒരു സംശയവും വേണ്ട, സമരസമിതി കൂടുതൽ ശക്തമായിട്ട് വരികയാണ്. കാരണം അപ്പോൾ അമ്മയും കൂടി ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയെ അച്ഛനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതിന് നിയമപോരാട്ടം തുടരും. ഈ കുറ്റപത്രം നിലനിൽക്കില്ല. മുൻപിലത്തെ കുറ്റപത്രത്തിനേക്കാൾ മോശമായ അഭിപ്രായത്തിൽ കുറ്റപത്രം പോകും. ഏതുതരം ഭീഷണിയെയും എതിർത്ത് ജനകീയവും നിയമപരവുമായ പോരാട്ടങ്ങൾ തുടരാൻ യോഗം തീരുമാനിച്ചു. വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. VM മാഴ്സൺ, K. മായാണ്ടി, മാരിയപ്പൻ നീളിപ്പാറ, TP കനകദാസ്, വിൻസെന്റ് കോഴിപ്പാറ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഗോപാലൻ മലമ്പുഴ, ചാമുണ്ണി, വിജയൻ അമ്പലക്കാട്, ശ്രീനാഥ് കടമ്പഴിപ്പുറം, കാർത്തികേയൻ മംഗലം, S. രമണൻ, കൃഷ്ണൻകുട്ടി കുനിശ്ശേരി, രാധാകൃഷ്ണൻ വിത്തനശ്ശേരി, ബാലചന്ദ്രൻ പുതുവയൽ, സലീൽ ലാൽ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനിയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കു നേരെ യുവാവിന്റെ പെട്രോൾ ബോംബേറ്. വാണിവിലാസിനിയിൽ വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് അയൽവാസിയായ യുവാവിന്റെ അതിക്രമം. പ്രതി നീരജിനെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. പുലർച്ചെ 2:30യോടെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ കോഴിക്കോട് സ്വദേശി പ്രിയേഷ്,
വിഷ്ണു എന്നിവർക്ക് നേരെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന നീരജ് പെട്രോൾ ബോംബെറിഞ്ഞത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഇവർ ഉൾപ്പെടെ 6 പേർ കിടന്നുറങ്ങുകയായിരുന്നു. വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. രാവിലെ കിടന്നുറങ്ങായിരുന്നു. വന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടിരിക്കാൻ ഫുള്ള് തീയ പിന്നെ ചാടിക്കിടന്നതാണ് പുറത്തേക്ക്. പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള 2-3 പേർക്ക് കൊല കയറ്റി ഫുള്ള് തീയായിരുന്നു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. പ്രതി നീരജിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളിക്ക് ദാരുണാന്ത്യം. തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരണപ്പെട്ടതായി ഇന്ത്യൻ എംബസി ബന്ധുക്കളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ബിനിലിനൊപ്പം റഷ്യയിൽ ജോലിക്ക് പോയ ജെയിൻ കുര്യനും യുദ്ധത്തിൽ പരിക്കേറ്റു. ജെയിൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. നേരത്തെ തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അനിശ്ചിതത്വത്തിനൊടുവിൽ പട്ടാമ്പി ഡയാലിസിസ് സെന്ററിൽ മെഷീനുകളെത്തി. സെന്ററിൽ RO പ്ലാന്റും സജ്ജമാകുന്നുണ്ട്. അവസാനഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കി എത്രയും വേഗം ഡയാലിസിസ് സെന്റർ പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുഹമ്മദ് മൊഹ്സിൻ MLAയുടെ ഫണ്ടിൽ നിന്ന് 1,23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിനുള്ള പ്രവൃത്തികൾ നടത്തിയത്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഡയാലിസിസിനുള്ള യന്ത്രങ്ങൾ എത്താത്തതായിരുന്നു കാരണം. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ 8 ഡയാലിസിസ് മെഷീനുകൾ കേന്ദ്രത്തിൽ എത്തിയത്. പുതിയ മെഷീനുകൾക്ക് അനുസൃതമായുള്ള വൈദ്യുതീകരണം പൂർത്തിയാക്കുകയും സജ്ജമാക്കിയിട്ടുള്ള RO പ്ലാന്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടെ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മൊഹ്സിൻ MLA പറഞ്ഞു. ഇതോടൊപ്പം കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നതായും MLA അറിയിച്ചു. മാത്രമല്ല, പുതിയ സ്പെസിഫിക്കേഷനിലേക്ക് മെഷീന് മാറി കുറച്ചും കൂടെ വില കൂടിയ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വലിയ രീതിയിലുള്ള തടസ്സമാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പം മെഷീൻ വന്ന് ഒരാഴ്ചയായിട്ട് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഏതാണ്ട് പൂർത്തീകരിച്ചാണ്. ഈ പുതിയ സ്പെസിഫിക്കേഷനുള്ള മെഷീനുകൾ വന്നപ്പോൾ അതിൻ്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. ആ മാറ്റങ്ങൾ കൂടി ചെയ്തുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മൊഹ്സിൻ MLAയും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സെന്ററിൽ സന്ദർശനം നടത്തി. 2023 ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവൃത്തികൾ വൈകി. നിലവിൽ ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സമീപത്ത് സൗജന്യ ഡയാലിസിസ് ഉള്ളത്. പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് അത് വലിയ ആശ്വാസമാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളം കമ്പിപ്പാലത്ത് കാർ ഷോറൂം ഓഫീസിൽ തീപിടുത്തം. ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം കമ്പിപ്പാലത്ത് സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇൻഡസ് മോട്ടോഴ്സിന്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ട്രൂ വാലി ഷോപ്പിലായിരുന്നു തീപിടുത്തം. രാവിലെ 7:30യോടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. തീപിടുത്തത്തിൽ ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ പ്രദേശവാസികൾ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാതയിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി കാലുകൾ ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. മങ്കര റെയിൽവേ സ്റ്റേഷനു സമീപം വെള്ളാംകുന്ന് മുണ്ടേക്കാവ് ക്ഷേത്ര റോഡിൽ പാതയുടെ നടുവിലാണ് വൈദ്യുതി പോസ്റ്റുകൾ. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റ് വണ്ടികൾക്ക് ഈ റോഡിലൂടെ പോകാൻ വലിയ പ്രയാസമാണ്. രോഗികളെ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഈ മേഖലയിൽ എത്തിപ്പെടാൻ പ്രയാസമാണെന്ന് പ്രദേശവാസിയായ ഹൈദർ ഹാജി പരാതിപ്പെട്ടു. 40ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായ പാതയാണിത്. റോഡിന് നടുവിലെ വൈദ്യുതിക്കാലുകൾ നീക്കി ഗതാഗതം സുഗമമാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മുണ്ടയ്ക്കാവ് അമ്പലം പോകുന്ന റോഡിലാണ്
ഈ റോഡിൻ്റെ നടുക്കിൽ ഒരു 1, 2, 3, 4 പോസ്റ്റുകൾ നടുവിലാണ് നിൽക്കുന്നത്. അതൊന്ന് റീപ്ലേസ് ചെയ്യിക്കാൻ നന്നായിരുന്നു. ബുദ്ധിമുട്ടുണ്ട്. വാഹനങ്ങൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാറുകൾ വരും, അതിന് ബുദ്ധിമുട്ട്. മോട്ടോർ സൈക്കിൾ മാത്രമല്ല. പരാതി കൊടുത്തിട്ടില്ല. പക്ഷെ ഇതിൻ്റെ മുമ്പ് വന്നിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തന്നു. പക്ഷെ അത് എസ്റ്റിമേറ്റിൽ 15,000 റുപ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4,600. അത് പിന്നെ ഒരാൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത് അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അത്ര കൂടുതൽ വരുമെന്നും പറഞ്ഞു. ഇപ്പോൾ പോയി ചോദിച്ചപ്പോഴേ ഈ ആവശ്യമുന്നയിച്ച് പ്രദേശവാസികൾ ഒപ്പ് ശേഖരിച്ച് പത്തിരിപ്പാല KSEB അധികൃതർക്കും പഞ്ചായത്തിനും കലക്ടർക്കും നിവേദനം നൽകാനൊരുങ്ങുകയാണ്. എത്രയും വേഗം റോഡിന് നടുവിലെ വൈദ്യുതിക്കാലുകൾ മാറ്റിസ്ഥാപിക്കാൻ നടപടിയുണ്ടാകണമെന്ന് പൊതുപ്രവർത്തകൻ ഷംസുദ്ദീൻ മാങ്കുറിശി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ചലച്ചിത്രമേളയായ ചിറ്റൂർ പാഞ്ചജന്യം ചലച്ചിത്രമേള ജനുവരി 17 മുതൽ 23 വരെ നടക്കും. തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ മേളയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിഠായി തെരുവിലെ സ്ത്രീ വിമോചന പോരാളി വിജി പെൺകൂട്ടും നളിനി ജമീലയും സംയുക്തമായി ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയിക്കുമെന്ന് കൺവീനർ C. രൂപേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9 വിഭാഗങ്ങളിലായി 60 ഫീച്ചർ സിനിമ, 20 ഡോക്യുമെൻ്ററി, 20 ഹ്രസ്വചിത്രങ്ങൾ ഉൾപ്പെടെ 100 പ്രദർശനങ്ങൾ നടക്കും. ചിറ്റൂരിലെ 2 തിയേറ്ററുകളിലായാണ് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക. വിദ്യാർത്ഥികൾക്കായി രാവിലെ പ്രത്യേക പ്രദർശനമുണ്ടാകും. 7 ദിവസങ്ങളിലായി 2500 പേർക്ക് നല്ല സിനിമകൾ കാണാനുള്ള അവസരമാണ് പാഞ്ചജന്യം ചലച്ചിത്രമേള ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് ജൂറി പുരസ്കാരം നേടിയ പ്രഭായ് നനച്ചതെല്ലാം എന്നതാണ് ഉദ്ഘാടന ചിത്രം. സമകാലിക ഇന്ത്യൻ, ലോക സിനിമ, ഹോമേജ്, തീം അമേരിക്ക, ഡോക്യുമെൻ്ററി, ക്യാമ്പസ്, ഹ്രസ്വചിത്രങ്ങൾ എന്നീ വിഭാഗങ്ങളിലാണ് പ്രദർശനമെന്നും രൂപേഷ് പറഞ്ഞു. സമകാലിക, ലോക സിനിമ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടൊരു തീം പാക്കേജ്, കഴിഞ്ഞ വർഷം മരണമടഞ്ഞു പോയ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കുള്ള ഒരു ആദരവ് എന്നുള്ള എനിക്കൊരു ഹോമേജ്, അതുപോലെ 90കളിലെ അമേരിക്കൻ സിനിമയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അമേരിക്കൻ 90s എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഒപ്പം കേരളത്തിൽ അധികമൊന്നും ഫെസ്റ്റിവലുകൾക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയാണ് പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നത്, അവാങ്കാർഡ് സിനിമകൾ എന്ന് പറയും. അത്തരത്തിൽ പരീക്ഷണ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പാക്കേജ് നമ്മൾ കഴിഞ്ഞ 2 കൊല്ലം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത്തവണ ആ മേഖലയിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ സംവിധായകരിൽ ഒരാളായിട്ടുള്ള അമിത് ദത്തയുടെ ഒരു പാക്കേജ് നമ്മൾ ഇത്തവണത്തെ മേളയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ CS ശ്രീവത്സൻ, ദിനു ചന്ദ്രൻ, KR ഇന്ദു, V പ്രവീണ, പ്രശാന്ത് പാനിയോട്, ബിനു അറക്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടിയിൽ CPIM K. വിശ്വനാഥൻ അനുസ്മരണം സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ലക്കിടിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച K. വിശ്വനാഥൻ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായും ഏരിയ സെൻറ്റർ അംഗമായും ദീർഘകാലം കർഷക സംഘത്തിന്റെ ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു. വിശ്വനാഥൻ അനുസ്മരണം DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്ലാസ് റൂമുകൾ അത്യാധുനികമാണ്, ഹൈടെക് ആണ്. കോവിഡ് കാലത്ത് ലോകമാകെ പകച്ചു നിന്നു. വിദ്യാഭ്യാസ രംഗമാകെ നിശ്ചലമായി. ഇന്ത്യയിലാകെ നോക്കൂ, ഈ വിദ്യാഭ്യാസ മേഖല നിശ്ചലമായപ്പോഴും കേരളം മാതൃകയായി. നമ്മളൊക്കെ നോക്കൂ, മറ്റേ മൊബൈലില്ലാത്ത കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തു, TV ഇല്ലാത്ത കുട്ടികൾക്ക് നാട്ടിൽ DYFIയും പാർട്ടിയും ഗ്രന്ഥശാലകൾ എല്ലാവരും സഹകരിച്ചിട്ട് ചെയ്തു കൊടുത്തു. M. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K. സുരേഷ്, T. ഷിബു, S. ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. TV തോമസ് സ്വാഗതവും TK ഗോവിന്ദൻകുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവറിനെ പരിഹസിച്ച് AK ബാലൻ. അൻവർ ചേക്കേറിയത് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന പുല്ല് പാർട്ടിയിലേക്ക്. രാജി നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി. അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്നും AK ബാലൻ. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ നീങ്ങുന്നതെന്ന് A. വിജയരാഘവൻ. പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ പെൺകുട്ടിയും മരിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങിയത് പട്ടിക്കാട് സ്വദേശിനി 16 വയസ്സുള്ള ആൻഗ്രേസ്. അപകടത്തിൽപ്പെട്ട മറ്റ് 2 പേരുടെയും നില ഗുരുതരമായി തുടരുന്നു.
ചുനങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണ തൊഴിലാളികൾക്കു നേരെ പെട്രോൾ ബോംബേറ്. പ്രദേശത്ത് വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്കു നേരെ യുവാവ് പെട്രോൾ ബോംബെറിഞ്ഞത് കഴിഞ്ഞ രാത്രി. പ്രതി നീരജിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ഒറ്റപ്പാലം പോലീസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഗ്രേഡ് തിരിമറി വിവാദത്തിൽ പ്രതിഷേധ സമരവുമായി CPM. വെളിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പലം TTYM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ. കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കും. നമസ്കാരം.